morning to all of you. Dear students, welcome to 16th session of our subject English for Communication. Today we are going to cover the end semester exam questions and answers based on the cortex that we have covered. Module 1, Cortex 2. Cortex 1 already we have covered the question and answers. And now Module 2, Cortex. Both Jeremy's first hand and the what replace. Question and answers based on the text. Okay, we are moving forward. First question. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇതേ മോഡലാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. എൻ്റെ സെമസ്റ്റർ എക്സാമിന് ചോദിക്കുന്ന അതേ മോഡലാണ്. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ജെറമീസ് ഫസ്റ്റ് ഹണ്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉദ്ധരണി. ഒരു ഇൻവേർട്ടർ കോമാസ് കൊടുത്തിട്ട് ആ ടോപ്പിക്കിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഏരിയ എന്നുള്ളതാവും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ തന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ തന്നത് നോക്കിക്കൂ. ഹി സ്റ്റുഡ് ദ ഗൺ കെയർഫുള്ളി ഇൻ ദ കോർണർ ഓഫ് ദ ബ്ലൈൻഡ് ബിക്കോസ് ദേ വർ സോ അലൈവ്. ഹി സെഡ് ആൻഡ് ബർസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. കോർണറിൽ തോക്ക് വെച്ചതിന് ശേഷം പറഞ്ഞു ബിക്കോസ് ദേ വർ സോ അലൈവ്. ബേർഡ്സിനെ പറ്റിയാണ് പറയുന്നത്. ഹി സെഡ് ആൻഡ് ബർസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. അതും പറഞ്ഞ് കണ്ണുനീരൊഴുക്കി നിന്നു. ഹൂ സെഡ് ദീസ് വേർഡ്സ്? Second question, why did he burst into tears? And third one, narrate the incident mentioned here. Narrate, വിവരിക്കുക. The incident, എന്തായിരുന്നു സംഭവം എന്നുള്ളത് വിവരിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക 1 മാർക്കാണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 മാർക്ക് ആൻഡ് തേർഡ് പോർഷൻ ഇറ്റ് ഈസ് 4 മാർക്സ്. ടോട്ടൽ 7 മാർക്ക്. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 7 മാർക്സിൻ്റെ. ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ്, ഹൂ സെഡ് ദീസ് വേർഡ്സ്? ജെറേമി. സെക്കൻഡ് വൺ, വൈ ഡിഡ് ഹി ബസ്റ്റ് ഇൻ ടു ടീയേഴ്സ്? എന്തുകൊണ്ടാണ് കണ്ണുനീരൊഴുക്കിയത്? ഹി ബസ്റ്റ് ഇൻ ടു ടീയേഴ്സ് ബിക്കോസ് ഹി കുഡ് നോട്ട് ബ്രിങ് ഹിംസെൽഫ് ടു ഷൂട്ട് ദ മല്ലാഡ്. ഫയർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹി കുഡ് നോട്ട് ഷൂട്ട് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. ആൻഡ് നൗ സി, നറേറ്റ് ദ ഇൻസിഡൻറ്റ് മെൻഷൻ ഹിയർ. ഇവിടെ പറഞ്ഞ ഇൻസിഡൻറ്റ് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യുക, ഒന്ന് പറഞ്ഞു പോവുക, ഒന്ന് വിവരിക്കുക ചെറുതായിട്ട്. ജെറമീസ് ഫാദർ ടോട്ട് ഹിം ഹണ്ടിങ് ആൻഡ് took him for hunting near the bay. ആദ്യം ഹണ്ടിങ് പഠിപ്പിച്ചു, അതിനുശേഷം അവനെ ഹണ്ടിങ്ങിന് കൊണ്ടുപോയി. ദേ സ്പോട്ടഡ് എ മല്ലാഡ് കമ്മിങ് ടു ദ ബേ. അപ്പോൾ അതിന് അവർ നിൽക്കുന്ന ബേക്ക് അടുത്തോട്ട് ഒരു മല്ലാഡ് വരുന്നതായിട്ട് കണ്ടു. ഫാദർ ഗേവ് ഡയറക്ഷൻസ് ടു ജെറേമി ടു ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫാദർ അവൻ്റെ അടുത്ത് പറഞ്ഞു. ആസ് ഹി ലവ്ഡ് നേച്ചർ ഹി കുഡ് നോട്ട് കിൽ എ മാർവലസ് ക്രിയേച്ചർ. നേച്ചറിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഭംഗിയുള്ള ഒരു ക്രിയേച്ചറിനെ, ഒരു ജീവിയെ കൊല്ലാൻ അവന് കഴിഞ്ഞില്ല. ഹെൻസ് ഹി ഡിഡിൻറ്റ് പുൾ ദി ട്രിഗർ. അതുകൊണ്ട് അവന് ഗണ്ണിൻ്റെ ട്രിഗർ പുൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. നൗ ഗോയിങ് ടു സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. നോ, ഹി പ്രേഡ് ഡോണ്ട് ലെറ്റ് ദം കം, മേക്ക് ദം സ്റ്റേ അവേ പ്ലീസ്. അവൻ പ്രേ ചെയ്യാണ്, ഡോണ്ട് ലെറ്റ് ദം കം, ആ പക്ഷികളോട് ഇങ്ങോട്ട് വരരുതേ. മേക്ക് ദം സ്റ്റേ അവേ, ഗോഡിനോടാണ് പ്രാർത്ഥിക്കുന്നത്, അവരെ ഒന്ന് ഈ വഴിക്ക് വരാതെ മാറ്റി നിർത്തൂ പ്ലീസ്. ഹൂ പ്രേഡ് ലൈക്ക് ദീസ്? 1 മാർക്ക് ക്വസ്റ്റ്യൻ. വൈ ഡി ഹി പ്രേ ലൈക്ക് ദാറ്റ്? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ ഡിസ്ക്രൈബ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് 4 മാർക്ക് ക്വസ്റ്റ്യൻ. ആൻസേഴ്സ്. ഫസ്റ്റ് പോർഷൻ, ഹൂ പ്രേഡ് ദിസ് like this? Jeremy prayed like that. Why did he pray like that? He doesn't like to shoot any living being. ജീവനുള്ള ഒരു ഇതിനെയും വെടിവെക്കാൻ അവന് കഴിയില്ല. He opposed the whole idea of shooting. അതുകൊണ്ട് തന്നെ ഹോൾ ഐഡിയ, ഷൂട്ടിങ്ങിൻ്റെ ഹോൾ ഐഡിയ അവൻ ഒപ്പോസ് ചെയ്തു, എതിർത്തു. സോ ഹി പ്രേഡ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ പ്രേ ചെയ്തത്, പ്രാർത്ഥിച്ചത്. ഡിസ്ക്രൈബ് ദ കോണ്ടെക്സ്റ്റ്, ആ സന്ദർഭം ഒന്ന് വിശദീകരിക്കാൻ. ജെറമി ആൻഡ് ഹിസ് ഫാദർ ഹാവ് ഗോൺ ഫോർ ഡക്ക് ഷൂട്ടിംഗ്. ഡക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി പോയി രണ്ടുപേരും. ഫാദർ ആസ്ക്ഡ് ഹിം ടു ഷൂട്ട് ദ ബേർഡ്സ് കമ്മിങ് ടുവേർഡ്സ് ഹിം. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവർ നേരെ വരുന്ന ബേർഡ്സിനെ. ജെറമി ഡസൻറ്റ് ലൈക്ക് ദ ഹോൾ ഐഡിയ ഓഫ് ഡക്ക് ഷൂട്ടിംഗ്. സോ ഹി വാസ് പ്രേയിങ് ടു ഗോഡ് ഡോണ്ട് ലെറ്റ് ദ ബേർഡ്സ് കം ഓൺ ദെയർ വേ ആൻഡ് മേക്ക് ദം സ്റ്റേ വേ. അതുകൊണ്ട് തന്നെ അവരുടെ വഴിക്ക് ആ ബേർഡ്സ് വരരുതേ, അവരെ മാറ്റി നിർത്തൂ എന്ന് ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു.
ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസേഴ്സ്. നൗ കോമൺ യൂസേജിൽ നമ്മൾ ആക്ച്വലി ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ ഈവൻ കോമൺ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ വരുന്ന കോമൺ യൂസേജസ് ആണ്. നോക്കി നോക്കൂ. ദ പോസിറ്റീവ് റെസ്പോൺസ് ടു വുഡ് യു മൈൻഡ് ഈസ്, വുഡ് യു മൈൻഡ്, ഒരാൾ നമ്മളത് ചോദിക്കുകയാണ് വുഡ് യു മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിനകത്ത് ആൻസർ പറയുക? നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കുകയാണ്, വുഡ് യു മൈൻഡ് ടു ഹെൽപ്പ് മീ പ്ലീസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉത്തരം പറയുക? യെസ് എന്ന് പറയുമോ നോ എന്ന് പറയുമോ? സന്ദർഭത്തിനനുസരിച്ച് നോക്കൂ, അത് ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യണം. ഓക്കെ. സെക്കൻഡ് വൺ, വുഡ് യു മൈൻഡ് ഡാഷ് മീ വിത്ത് ദ ഹോംവർക്ക്. ഹെൽപ്പാണോ, ഹെൽപ്പിംഗ് ആണോ, ടു ഹെൽപ്പാണോ? ഏതാണ് ഇവിടെ സ്യൂട്ടബിൾ ആവുക, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവുക? തേർഡ് വൺ, ഹൗ ക്യാൻ വി ഡിനൈ എ റിക്വസ്റ്റ്. ഒരാൾ റിക്വസ്റ്റ് ചെയ്തു, അതെനിക്ക് തരാമോ, ക്യാൻ യു ഗീവ് മീ യുവർ പെൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിനൈ ചെയ്യുക? പറ്റില്ല എന്നെങ്ങനെ പറയാം? ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് ഐ വിൽ നോട്ട് എന്ന് പറയണോ, അതോ ഐ ആം അഫ്രൈഡ് ഐ കാണ്ട് എന്ന് പറയണോ, അതോ ഐ ആം സോറി ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ? ഏത് യൂസേജാണ് ബെറ്റർ? ബെസ്റ്റ് എന്ന് നമുക്ക് പറയേണ്ട ഏതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് നല്ലത് ഏതാണ് ഈ മൂന്ന് യൂസേജിൽ? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് റിക്വസ്റ്റ്? ഓക്കെ, റിക്വസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡു യു മൈൻഡ് കമ്മിങ് വിത്ത് മീ ടുമാറോ? കുഡ് യു കം വിത്ത് മീ ടുമാറോ പ്ലീസ്? കം വിത്ത് മീ ടുമാറോ. ഇതിലേതാണ് ബെറ്റർ യൂസേജ് ഒരാളിത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ? നൗ ഫിഫ്ത്ത് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോസിറ്റീവ് റെസ്പോൺസ് ടു എ റിക്വസ്റ്റ്. റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവ് റെസ്പോൺസ് അല്ലാത്തത് ഏതാണ്? നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ഏതാണ്? അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യുമോ ചെയ്യുന്ന ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഇതിൽ ഏത് രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യാം? 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. നോക്കൂ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ മോർ ഫോർമൽ റിക്വസ്റ്റ്. ഏറ്റവും ഫോർമലായിട്ടുള്ള റിക്വസ്റ്റ് ഏതാണ്? ഏറ്റവും മര്യാദയോട് കൂടിയുള്ള റിക്വസ്റ്റ് ഏതാണ്? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? ക്യാൻ യു പ്ലീസ് ടെൽ മീ ദ റൈറ്റ് ആൻസർ ഓർ വുഡ് യു മൈൻഡ് ടെൽ മീ ദി റൈറ്റ് ആൻസർ? ഏതാണ് മോർ ഫോർമലായിട്ടുള്ളത്? ഏറ്റവും മര്യാദ ചേർന്നിട്ടുള്ള യൂസേജ് ഏതാണ്? നൗ എഗെയിൻ കോർടെക്സ്റ്റ് മൊഡ്യൂൾ 2ൻ്റെ കോർടെക്സ്റ്റിൻ്റെ പോർഷൻ. ഒരു കോർടെക്സ്റ്റാണ് മൊഡ്യൂൾ 2 ഉള്ളത്, നമുക്കറിയാം. ജെറമീസ് ഫസ്റ്റ് ഹാൻഡ് അതിനുള്ള ഡിപ്ലോമ എൻഡ് സെമിസ്റ്റർ എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. റീഡ് ദ ഫോളോയിങ് എക്സെർപ്റ്റ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇറ്റ് കെയിം ഡൗൺ സ്വീറ്റ് സ്റ്റഡി ആൻഡ് വിത്തൗട്ട് എ സൗണ്ട്. 2 men got out. വാട്ട് ഹാസ് കം ഡൗൺ? എന്താണ്? 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ മാനർ ഇൻ വിച്ച് കെയിം ഡൗൺ. അത് താഴത്തോട്ട് വന്ന രീതിയെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദ വിസിറ്റ് ഓഫ് ദ 2 men. ആ 2 ആൾക്കാർ വിസിറ്റ് ചെയ്ത അവരുടെ പർപ്പസ്, ഉദ്ദേശം എന്തായിരുന്നു? ആൻസേഴ്സ്. ഫസ്റ്റ് വൺ, ഹു ഹാസ് കം ഡൗൺ എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് സോസർ. വാട്ട് വാസ് കം ഡൗൺ? വാട്ട് ഹാസ് കം ഡൗൺ? ഫ്ലൈയിങ് സോസർ. ആൻഡ് സെക്കൻഡ് വൺ, ഡിസ്ക്രൈബ് ദ മാനർ ഇൻ വിച്ച് കെയിം ഡൗൺ. എങ്ങനെയാണത് വന്നത്? ഫ്ലൈയിങ് സോസർ കെയിം ഡൗൺ സ്വീറ്റ് സ്റ്റഡി ആൻഡ് വിത്തൗട്ട് എനി സൗണ്ട്. വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദ വിസിറ്റ് ഓഫ് ദ 2 men? The 2 men from Flying Saucer wanted to have a discussion with the important men of that country. അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടായിരുന്നു വന്നത്. ദേ വാണ്ട് ഷെരീഫ് ആൻഡ് ഹിസ് കൺട്രി ടു ജോയിൻ ദെയർ ഗ്രേറ്റ് ഓർഗനൈസേഷൻ. അവരുടെ വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിൽ ഷെരീഫും അദ്ദേഹത്തിൻ്റെ കൺട്രിയിലുള്ള ആൾക്കാരും ജോയിൻ ചെയ്യാൻ എന്നുള്ള ആവശ്യത്തോടു കൂടിയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും വന്നു കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ആയി ആക്ച്വലി. നൗ സെക്കൻഡ് സെറ്റ്. It is not our way to force ourselves on people who do not want us. We will respect your privacy and leave. നമ്മൾ ഒരിക്കലും ഒരാളെ നിർബന്ധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വഴിയല്ല. വി വിൽ റെസ്പെക്റ്റ് യുവർ പ്രൈവസി. നിങ്ങളുടെ പ്രൈവസി ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഹൂ സേസ് ദീസ് വേർഡ്സ്? 1 മാർക്ക് ക്വസ്റ്റ്യൻ. വാട്ട് മെയ്ഡ് ദം സേ സോ? അങ്ങനെ അവർ പറയാനിടയാക്കിയ സംഭവം എന്താണ്? അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? 2 മാർക്ക് ക്വസ്റ്റ്യൻ. ആൻഡ് വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ് ഓഫ് ദം ലിവിങ്? കോൺസിക്വൻസ്, ഫർദർ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ തുടർന്ന്? ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഹൂ സേസ് ദീസ് വേർഡ്സ് പറഞ്ഞാൽ വൺ ഓഫ് ദ മെൻ ഫ്രം വീനസ്. സെക്കൻഡ് വൺ, വാട്ട് മെയ്ഡ് ദം സേ സോ? ഷെരീഫ് ഷൗട്ടഡ് അറ്റ് ദം ആൻഡ് ആസ്ക്ഡ് ദം ടു ഗെറ്റ് ഔട്ട്. ഹി ഫർദർ വാണ്ട് ദം ഇഫ് ദേ
നോട്ട് ഗോ ഔട്ട് ഹി വിൽ ലോക്ക് ദം ഇൻ ജയിൽ. ജയിലടയ്ക്കും പോയില്ലെങ്കിൽ എന്ന്. നൗ വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ് ഓഫ് ദം ലിവിങ്? ദ മെൻ ഫ്രം വീനസ് ടോൾഡ് ദാറ്റ് ദേ വിൽ ഗർഡിൽ എർത്ത് ഇൻ വാണിംഗ്. ഭൂമിയെ ഒരു വാണിങ്ങിൽ കെട്ടിവെക്കും എന്ന് പറയുന്നു. ഇനി ഇങ്ങോട്ട് ആരും വരില്ല എന്നർത്ഥം. നോ വൺ ഫ്രം സ്പേസ് വിൽ എൻറ്റർ ഹിയർ ഫർദർ. ദ പീപ്പിൾ ഫ്രം എർത്ത് കനോട്ട് ഗോ ടു സ്പേസ് ആൾസോ. ദിസ് ഈസ് ദി കോൺസിക്വൻസ്. അതാണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്. Third set of questions. But you see, it was just an error, a stupid error, the kind anyone could make. What is the error mentioned here? One more question. Who committed this error and why? And what was the result of this error? First portion answer, the men from Venus gone off angrily. അതാണ് എറർ. അവർ ദേഷ്യപ്പെട്ട് അവർ തിരിച്ചു പോയി എന്നുള്ളതാണ്. അതാണ് അവിടെ വന്ന എറർ. ആൻഡ് നൗ who committed this error and why? ഷെറീഫ് ഓഫ് ട്വിൻ ഗേൾസ് committed this error. അവിടുത്തെ ഷെറീഫായിരുന്നു ബാർട്ട് കാമറോൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു ആ മിസ്റ്റേക്ക് വരുത്തിയത്. ഹി ഡിഡ് നോട്ട് ലിസൺ വാട്ട് ദ മെൻ ഫ്രം വീനസ് വർ സെയിങ്. അവരെന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചതേയില്ല. അതായിരുന്നു ആ മിസ്റ്റേക്ക്, എറർ. ആൻഡ് വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ് എറർ? ദ മെൻ ഫ്രം വീനസ് ടോൾഡ് ദാറ്റ് ദേ വിൽ ഗർഡിൽ എർത്ത് ഇൻ വാണിംഗ്. No one from space will enter here further. The people from earth cannot go to space also. This is the consequence. ഇതാണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ പോർഷൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. വളരെ നീറ്റായിട്ട് എഴുതിയെടുക്കൂ. ക്വസ്റ്റ്യൻസ് ഇതിൽ സെറ്റായിട്ട് തന്നെ എഴുതിയെടുക്കുക. സാധാരണ ചെയ്യണമായിട്ട് തന്നെ എനിക്കത് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് ഇന്നത്തെ ടാസ്ക്കായിട്ട് തരുന്നത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്തത് ഒരു 3 സെറ്റ് കോർ ടെസ്റ്റ് 1-ൻ്റെയും പോർഷൻ്റെയും കോർ ടെസ്റ്റ് 2 മൊഡ്യൂൾ 1-ൻ്റെയും കോർ ടെസ്റ്റ് മൊഡ്യൂൾ 2-ൻ്റെയും പോർഷൻസാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് ഒരു യൂസേജ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജിൻ്റെ ഇടയ്ക്ക് വരുന്ന ചില കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണെന്ന്. ഐ ആം സമ്മിങ് അപ്പ്. ഓക്കെ, ദെൻ ബൈ.